കാഞ്ഞിരപ്പള്ളി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. ചിറക്കടവ് സെന്റ് ഇഫ്രേംസ് ഹൈസ്കൂൾ പ്രധാന വേദിയായാണ് മത്സരങ്ങൾ. കാഞ്ഞിരപ്പള്ളി ഉപജില്ലയിലെ 115 വിദ്യാലയങ്ങളിൽ നിന്നുള്ള 5000-ലധികം കലാപ്രതിഭകൾ 4 ദിവസങ്ങളിലായി മാറ്റുരയ്ക്കും. രാവിലെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സുൾഫിക്കർ എസ് പതാക ഉയർത്തി. സെന്റ് ഇഫ്രേംസ് സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബിൻസി എബ്രഹാം, വർഗീസ് മാത്യു കെ തുടങ്ങിയവർ പങ്കെടുത്തു. ആദ്യ ദിനത്തിൽ രചനാ മത്സരങ്ങളാണ് നടന്നത്. LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിലായാണ് ചിത്രരചന, കഥാരചന, കവിതാ രചന തുടങ്ങിയ മത്സരങ്ങൾ നടന്നത്. കഥാകഥനവും ശ്രദ്ധ നേടി. അതിനായി തന്നെ വനം ഉപയോഗിക്കാൻ വാനമ്പാടി തീരുമാനിച്ചു. വാനമ്പാടി പറഞ്ഞു, തത്തമ്മ രക്ഷപ്പെടട്ടെ. പെട്ടെന്ന് തത്തമ്മ വലുതാവാൻ തുടങ്ങി. വാനനാമനോട് പ്രാർത്ഥനയും തത്തമ്മയെ താഴെയിട്ടു. അങ്ങനെ തത്തമ്മ രക്ഷപ്പെട്ടു. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥനയിൽ ഒരു മനക്കളിയെ റാഞ്ചെടുത്തു. അത് നീ തന്റെ വനം ഉപയോഗിച്ച് വാനമ്പാടി രക്ഷപ്പെടുത്തി. അങ്ങനെ 2 വരങ്ങളും തീർന്നു. ഇനി ഒരു വരം കൂടിയേ ബാക്കിയുള്ളൂ. അതും കൂടി തീർന്നാൽ നമ്മളെല്ലാവരും പ്രാപ്തിയുടെ ഇരകളായി തീരും. മത്സരങ്ങളിൽ കുട്ടികളുടെ സജീവ സാന്നിധ്യം പ്രകടമായി. ബാൻഡ് മത്സരവും ആദ്യ ദിവസം നടന്നു. ഒരു സ്കൂൾ മാത്രമായിരുന്നു പങ്കെടുത്തത്. സെന്റ് ഇഫ്രേംസ് പാരിഷ് ഹാൾ, സെന്റ് ഇഫ്രേംസ് UP സ്കൂൾ, സെന്റ് ഇഫ്രേംസ് LP സ്കൂൾ, ചിറക്കടവ് ഈസ്റ്റ് NSS കരയോഗം ഓഡിറ്റോറിയം, മണക്കാട്ട് ശ്രീഭദ്ര ക്ഷേത്രം ഓഡിറ്റോറിയം എന്നീ വേദികളിലായാണ് അടുത്ത ദിവസങ്ങളിൽ മത്സരങ്ങൾ നടക്കുക. അടുത്ത 3 ദിനങ്ങൾ ചിറക്കടവിന്റെ ഉത്സവമായി കാഞ്ഞിരപ്പള്ളി ഉപജില്ലാ കലോത്സവം മാറും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.